കാലടി വി സി സിസ തോമസിനെതിരായ എസ്എഫ്ഐ പ്രതിഷേധത്തിൽ ഡിജിപിയെ വിളിച്ചു വരുത്തി ഗവർണർ. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നടപടിയെടുക്കണമെന്നായിരുന്നു ആവശ്യം. ലോക്ഭവന്റെ നിർദ്ദേശപ്രകാരമാണ് സിസ തോമസ് ആഭ്യന്തരമന്ത്രിക്ക് അടക്കം പരാതി നൽകിയത്. വി സിക്ക് ശവമഞ്ചമൊരുക്കിയ നടപടി പ്രാകൃതമെന്ന് ആഭ്യന്തരമന്ത്രി. തെറ്റ് ചെയ്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒരിക്കലും ഒരു ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ ശവമഞ്ചം ചുമന്നുകൊണ്ട് പോയി അവരെ അപമാനിക്കുന്ന, ആക്ഷേപിക്കുന്ന നടപടി ഒരിക്കലും അനുകൂലിക്കാൻ കഴിയില്ല. ചെയ്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. ഇതൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിൽ ചേർന്നതല്ല. ജീവിച്ചിരിക്കുന്ന വൈസ് ചാൻസലറുടെ പേരിൽ ശവമഞ്ചം ഒരുക്കുക, ഇത് ഏത് പ്രാകൃതമായ സമര ആഭാസമാണ്? ഇതിനെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അതുകൊണ്ട് അത് നിയമം അനുശാസിക്കുന്ന ശിക്ഷ അവർക്ക് ലഭിച്ചിരിക്കും. കേരള കാലടി സർവകലാശാല വിഷയങ്ങളിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ABVP പ്രവർത്തകർ ഗവർണറെ കണ്ടു. LLB പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട അപാകതകൾ പരിഹരിക്കുക, സിസ തോമസിനെ തടഞ്ഞ SFI പ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങളിൽ ചാൻസലറുടെ ഭാഗത്തുനിന്നും നടപടി വേണമെന്നാണ് ആവശ്യം. ഹാൻസ് ജോൺ വിവരങ്ങളുമായി ചേരുകയാണ്. ഹാൻസിലേക്കാണ്. ഹാൻസ്, എന്തായാലും ആഭ്യന്തരമന്ത്രി അടക്കം ഗൗരവകരമായിട്ട് വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. എന്താണ് സർക്കാർ തല ഇടപെടൽ നടപടികൾ ഏത് രീതിയിലാണ്? സ്വാതി, കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിരുന്നു. 4 SFI പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ ദിവസമാണ്. പക്ഷേ അതിനു മുൻപ് തന്നെ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് അന്നേ ദിവസം രാവിലെയാണ് ഗവർണർ DGPയെ നേരിട്ട് ലോക്ഭവനിലേക്ക് വിളിച്ചു വരുത്തിയത്. ഈ സിസ തോമസുമായി ബന്ധപ്പെട്ട് കാലടി സർവകലാശാലയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിഷയങ്ങളാണ് നടന്നത് എന്നുള്ള കാര്യം ഗവർണർ DGPയോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി. ഇത്തരം നടപടികൾക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നായിരുന്നു ഗവർണറുടെ ആവശ്യം. ഒപ്പം തന്നെ ഇത്തരം സന്ദർഭങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഗവർണർ DGPയോട് ആവശ്യപ്പെട്ടു. ഇതുവരെ സ്വീകരിച്ച നിയമ നടപടികൾ DGP ഗവർണറോട് വിശദീകരിക്കുകയും ചെയ്തു. അതേസമയം സിസ തോമസും ഗവർണറുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി. ഓഗസ്റ്റ് 15 ഈ സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ലോക്ഭവനിൽ വെച്ച് അറ്റ് ഹോം പരിപാടി വൈകിട്ട് നടത്തിയിരുന്നു. ആ സമയത്താണ് സിസ തോമസ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. അന്നേ ദിവസം ഈ കാലടി സർവകലാശാലയിൽ SFIയുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവ വികാസങ്ങളെല്ലാം സിസ തോമസ് ഗവർണറോട് വിശദീകരിച്ചു. തനിക്ക് ദേഹോപദ്രവം അടക്കം ഏറ്റു എന്നടക്കമുള്ള കാര്യങ്ങളാണ് സിസ തോമസ് ഗവർണറോട് പറഞ്ഞത്. ഈ സംഭവം മനസ്സിലാക്കിയ ഗവർണർ റിപ്പോർട്ടാക്കി തനിക്ക് നൽകാൻ പറഞ്ഞു. ചാൻസലർ എന്ന നിലയിൽ കർശനമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഗവർണർ നിയമപരമായി ഈ വിഷയത്തെ നേരിടണം എന്ന് സിസ തോമസിന് നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സിസ തോമസ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയത്. ആദ്യഘട്ടത്തിൽ ഈ പരാതിയുമായി മുന്നോട്ട് പോകേണ്ട, അല്ലെങ്കിൽ കേസുമായി മുന്നോട്ട് പോകേണ്ട എന്നുള്ള നിലപാടിലായിരുന്നു സിസ തോമസ് ഉണ്ടായിരുന്നത്. പക്ഷേ ലോക്ഭവന്റെയും ഗവർണറുടെ നിർദ്ദേശം വന്നതിന് പിന്നാലെയാണ് കേസുമായി മുന്നോട്ട് പോകാൻ സിസ തോമസ് സ്വീകരിച്ചത്. അതേസമയം ഈ കുറ്റക്കാർക്കെതിരെ, അല്ലെങ്കിൽ ഈ പ്രതിഷേധം സംഘടിപ്പിച്ച SFIക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഇത്തരമൊരു ശവമഞ്ചം തീർത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ കർശനമായ നടപടി ഈ പ്രതിഷേധക്കാർക്കെതിരെ ഉണ്ടാകും എന്ന് ആഭ്യന്തരമന്ത്രി പറയുന്നു. അതേസമയം മറ്റ് 2 വിഷയങ്ങൾ, ഈ കാലടി സർവകലാശാലയിൽ നടന്ന SFIയുടെ പ്രതിഷേധവും അതിനോടൊപ്പം തന്നെ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട LLB പരീക്ഷാ നടത്തിപ്പിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ABVP ഗവർണറെ കഴിഞ്ഞ ദിവസം നേരിൽ കാണുകയുണ്ടായി. ഈ LLB പരീക്ഷാ നടത്തിപ്പിലെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണം, അതിന് ചാൻസലർ എന്ന നിലയിൽ കേരള സർവകലാശാലയുമായി ബന്ധപ്പെടണം. കൂടാതെ ഈ സിസ തോമസിനെ, കാലടി സംസ്കൃത സർവകലാശാലയിലെ താൽക്കാലിക VC ആയിട്ടുള്ള സിസ തോമസിനെതിരെ പ്രതിഷേധിച്ച SFI പ്രവർത്തകർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നും ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഒരു സർവകലാശാലയിലും ഉണ്ടാകാത്ത തരത്തിലുള്ള നടപടി സ്വീകരിക്കാൻ ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം ഇടപെടണമെന്നുമാണ് ABVP ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സ്വാതി. ഓക്കെ.